തേച്ച് പിടിപ്പിക്കാം. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നല്ല മഴയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇവിടെ എങ്ങനെയാണ്? മഴയൊക്കെയൊന്നും എല്ലാവരും സേഫാകുന്നു. അപ്പോൾ ഈ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കൊറിയൻ ഫേസ് പാക്ക് എന്ന് തന്നെ പറയാം. എന്നാലും നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള 2 സാധനങ്ങൾ തന്നെയാണ്, പൊട്ടറ്റോയും ചോറും. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ ബസ്മതി റൈസ് ഒരു 10-15 മിനിറ്റ് മുമ്പ് കുതിർക്കാനിട്ടടിച്ച് നമുക്ക് വേണമെങ്കിൽ അത് വേവിച്ച് പൊട്ടറ്റോയും കൂടിയിട്ട് ഒരുമിച്ച് വേവിച്ച് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാദാ ചോറ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സാദാ ചോറുണ്ടല്ലോ, നമുക്ക് ഈ സാദാ ചോറ് തന്നെ വേണമെങ്കിൽ നമുക്ക് അത് തന്നെ എടുത്തിട്ട് അതിനകത്ത് പൊട്ടറ്റോ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം. ഞാനിവിടെ പൊട്ടറ്റോ സെപ്പറേറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടറ്റോയും കൂടെ നമ്മൾ രണ്ടും കൂടെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലിട്ട് കിടക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. എനിക്ക് സ്കിന്നിനും കഴുത്തിനും മാത്രം ആവശ്യമുണ്ട്. പൊട്ടറ്റോ ഞാൻ ഇവിടെ വേവിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് നമ്മുടെ കിച്ചണിൽ ലൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ നിങ്ങൾ പൊട്ടറ്റോ വേവിച്ചിട്ട് ഇപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലിപ്പോൾ ഒരു ചെറിയൊരു സൈസിലുള്ളൊരു പൊട്ടറ്റോ കേട്ടോ. പൊട്ടറ്റോ നമ്മൾ ചെറിയ സ്ലൈസസ് ആക്കി നല്ലോണം വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചോറും ഈ പൊട്ടറ്റോയും കൂടെ അരച്ചെടുക്കാൻ. അപ്പോൾ പൊട്ടറ്റോയും ചോറും കൂടെ അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പരുവത്തിന് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഡാർക്ക്നെസ്സും ഈ കുഴികളൊക്കെ ഉണ്ടാകുന്നതൊക്കെയും എല്ലാം മാറാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് മാസ്ക് കൂടി. അപ്പോൾ നമുക്കിനി അടുത്ത് പാക്ക് ഇടാം. അപ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഉള്ള മേക്കപ്സും എല്ലാം റിമൂവ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കടുത്ത് പാക്കിലോട്ട് കിടക്കാം. ഇത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിൽ ചോറ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബസ്മതി റൈസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് ആണെങ്കിൽ 10-15 മിനിറ്റ് കുതിർക്കാനിട്ടിട്ട് നമ്മൾ വേവിച്ച് ഇപ്പം എടുക്കണം. ഇപ്പം ഇനിയിപ്പോൾ ചോറ് തന്നെ എടുക്കാനിപ്പോൾ ഇപ്പോൾ ചോറ് പശപോലെ ഒട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ റൈസ് പൗഡർ ആണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് നല്ല രീതി തേച്ച് പിടിപ്പിക്കാം. കട്ടിക്ക് അപ്ലൈ ചെയ്യുന്നുള്ളവർക്ക് കട്ടിക്ക് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് പാക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിലും നമുക്കിപ്പോൾ 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ള പാക്കാണ്. അപ്പം ഞാൻ ഇവിടെ നെക്കിലൂടെ അപ്ലൈ ചെയ്യണേ. അപ്പം എൻ്റെ നെക്കിൽ ഇച്ചിരി ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ പൊട്ടറ്റോയുടെ അത് ജ്യൂസായാലും പൊട്ടറ്റോയുടെ സ്റ്റാർച്ചായാലും നമുക്കിപ്പോൾ ഇതിപ്പോൾ വേവിച്ചെടുത്തതാണ്. അത് നമുക്ക് നെക്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നെക്കിലെ ഡാർക്ക്നെസ്സും ഒക്കെ റിമൂവ് ചെയ്യാനും വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് കൂടെയാണ് കേട്ടോ. പ്രൊഡക്റ്റ് അല്ല, ഒരു നാച്ചുറൽ റെമഡി കൂടെയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനി 20 മിനിറ്റ്സ് നമുക്കിത് റെസ്റ്റ് ടൈം കൊടുക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും തേച്ചിട്ട് 20 മിനിറ്റ്സ് ഇപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഡ്യൂട്ടീസ് ആയാലും നമ്മുടെ വീട്ടിലെ ജോലികളായാലും നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മളിത് പൊതുവെ നൈറ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ടൈമിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് വളരെ എഫക്റ്റ് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഓയിലിലെ മേക്കപ്പും കാര്യവും എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് ഒരു 20 to 30 മിനിറ്റ് 30 മിനിറ്റ്സ് വെച്ചാലും കുഴപ്പമില്ല. 15 to 20 മിനിറ്റ്സ് ആണ് നമ്മൾ ഏകദേശം ഇത് ഡ്രൈ ആവുക അതിനുള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ 20 മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിലൊരു വൈറ്റനിങ് ഗ്ലോ ചേഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ ടാനൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ വെയിലൊക്കെ അടിച്ച് ടാനൊക്കെ അടിക്കാറുണ്ട് നമ്മുടെ സ്കിന്നിലാണെങ്കിലും. ടാൻ റിമൂവ് ചെയ്യാനാണെങ്കിലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴായാലും നമ്മുടെ സ്കിന്ന് ചിലരുടെയൊക്കെ ഇപ്പോൾ ഡബിൾ കളർ, ഇപ്പോൾ എൻ്റെ സ്കിന്നാണെങ്കിൽ തന്നെ കഴുത്ത് ഡബിൾ കളറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്, സ്കിന്നും ഡബിൾ കളറായി. അപ്പോൾ നെക്കിലൊന്നും ഞാൻ ആദ്യമേ ഒന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കത്തില്ലായിരുന്നു.
അപ്പോൾ ഇപ്പോഴാണ് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളും അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കുളിക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ബോഡിയുടെ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ ചോറായതുകൊണ്ട് ഇപ്പോൾ പശപ്പ് പോലെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാത്ത. അപ്പോൾ നമ്മൾ നല്ല രീതി, അപ്പോൾ നമുക്കിനി 20 മിനിറ്റ്സ് കഴിഞ്ഞ് കാണാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ്സ് ആകാറായിട്ടുണ്ട്. അപ്പോൾ നല്ല രീതി അങ്ങ് കൊത്തങ്ങ് ഒട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് റിമൂവ് ചെയ്യാം. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളിപ്പോൾ ഒരു ലൈവ് റിസൾട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിലുണ്ടാകുന്ന ചേഞ്ചസ് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം, എന്നിട്ട് കറക്റ്റ് റിസൾട്ട് കാണിക്കാം. അപ്പം ഞാൻ നിങ്ങൾ വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിക്കാൻ ഇനിയിപ്പോൾ നെക്കിലുണ്ടായ ചെറിയ ചേഞ്ചസ് കൂടെ കാണിക്കാൻ. അപ്പോൾ ചെറിയൊരു ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഫേസിലും. അപ്പോൾ നമ്മുടെ ചെറിയ ചേഞ്ചസ്. ഇത് പാക്കാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ടോയ്സ് യൂസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. ഇങ്ങനത്തെ ബ്യൂട്ടി ടിപ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.